ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ ജീവനക്കാരനെ ജാതീയമായി അധിക്ഷേപിച്ചെന്ന പരാതിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കേസ്. ചീഫ് റീജിയണൽ മാനേജർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. പരാതി നൽകിയതിന് പിന്നാലെ സ്ഥലം മാറ്റിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പരാതിക്കാരന്റെ ഭാര്യ ആരോപിച്ചു. എന്നാൽ പരാതിയിൽ വിശദീകരണവുമായി ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് രംഗത്ത് വന്നു. കൊച്ചി റീജിയണൽ ഓഫീസ് ഡിജിഎം നിതീഷ് കുമാർ സിൻഹ, എജിഎം കശ്മീർ സിംഗ് എന്നിവർക്കെതിരെയാണ് പരാതി. അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലുള്ള ജീവനക്കാരനെ നിരന്തരം ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചെന്നും പരാതിപ്പെട്ടപ്പോൾ സ്ഥലം മാറ്റിയെന്നുമാണ് ആരോപണം. മേലുദ്യോഗസ്ഥർക്ക് ചായയും മരുന്നും വാങ്ങാൻ പറഞ്ഞയക്കുന്നതും പതിവായിരുന്നു. എതിർത്തപ്പോൾ കൈകൊണ്ട് പുറത്തടിച്ചെന്നും പരാതിയിൽ പറയുന്നു. ആൾ അഹമ്മദാബാദിൽ പോയി ജോയിൻ ചെയ്തിട്ടില്ല. കാരണം അവർ ഭീഷണിപ്പെടുത്തിയേക്കുന്നതിന് നോർത്ത് ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, അവിടെ വേറെ ഇഷ്യൂസ് ഉണ്ടാക്കി നിന്നെ ജോലി കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് നിതീഷ് കുമാർ സിൻഹ നമ്മളെ ഭീഷണിപ്പെടുത്തിയത് തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും, ഉയർന്ന ജാതിയിലുള്ളവർ താഴ്ന്ന ജാതിക്കാരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അവിടെ ചെന്നാൽ നിനക്ക് മനസ്സിലാവും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ടും എജിഎം കശ്മീർ സിംഗ് ആണ്. അദ്ദേഹമാണ് ആളോട് ചായ വാങ്ങിച്ചു തരിക, പലഹാരം വാങ്ങിച്ചു കൊണ്ടുവരിക. എന്റെ ഹസ്ബൻഡ് എന്ന് പറയുന്ന സ്കെയിൽ 1 അസിസ്റ്റന്റ് മാനേജറാണ്. ആളോടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അധിക്ഷേപം സഹിക്കാനാകാതെ വന്നതോടെ ഡിസംബറിൽ പരാതി നൽകിയെങ്കിലും ഭീഷണിയെ തുടർന്ന് പിൻവലിക്കുകയായിരുന്നു. പരാതി നൽകിയതിന്റെ പ്രതികാര നടപടിയായി സ്ഥലം മാറ്റി. ഇതോടെയാണ് കുടുംബം വീണ്ടും പരാതി നൽകിയത്. എന്നാൽ പരാതിയിൽ അന്വേഷണം ആരംഭിച്ച കൊച്ചി സെൻട്രൽ പോലീസ് പറയുന്നത് പ്രതിസ്ഥാനത്തുള്ള കശ്മീർ സിംഗും ദളിത് വിഭാഗത്തിൽപ്പെട്ടതായതിനാൽ കേസെടുക്കാൻ കഴിയില്ലെന്നാണ്. ഡിജിഎം നിതീഷ് കുമാർ സിൻഹയ്ക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യവും നൽകിയിരുന്നു. അതിനിടെ ആരോപണം തള്ളി ബാങ്ക് എജിഎം രംഗത്തെത്തി. ബാങ്ക് അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട്. ചില വ്യക്തികളുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടിയാണ് പരാതിയെന്നും കുറിപ്പിൽ പറയുന്നു. ന്യൂസ് 18 കൊച്ചി.